ഹായ് ഓൾ. പോപ്പുലർ ലിറ്ററേച്ചർ പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഗ്രാഫിക് നോവലാണ് ദി റെഡ് മദർ വിത്ത് ചൈൽഡ്. ക്രിസ്ത്യൻ ലാക്സ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഓതർ കം ഇല്ലുസ്ട്രേറ്റർ. സോ ആദ്യം എന്താണ് ഗ്രാഫിക് നോവൽ എന്നൊന്ന് നോക്കാം. ഗ്രാഫിക് നോവൽ ഇസ് എ ബുക്ക് ദാറ്റ് ടെൽസ് എ സ്റ്റോറി യൂസിങ് ബോത്ത് ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് ടെക്സ്റ്റ് സിമിലർ ടു എ കോമിക് ബുക്ക് ബട്ട് ടിപ്പിക്കലി ലോങ്ങർ ആൻഡ് മോർ കോംപ്ലെക്സ് ഇൻ നരേറ്റീവ് സ്ട്രക്ചർ. ഇപ്പോൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ വരുന്ന കോമിക് ബുക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ബാലരമ, കളിക്കുടുക്ക, അതൊക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ കോമിക് കഥകൾ വായിക്കും. ഏകദേശം അതുപോലത്തെ ഒരു സെറ്റിങ്ങിൽ, പക്ഷേ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതും ലോങ്ങർ ആയിട്ടുള്ളതുമാണ്. കഥയല്ലല്ലോ, നോവലല്ലേ. അപ്പം അത്രയ്ക്കും വലിയ ഒരു സെറ്റിങ്ങിൽ വരുന്ന ദൈർഘ്യമേറിയ ഒരു കഥയാണ് എന്തെന്ന് പറയുക, ഗ്രാഫിക് നോവൽസ് എന്ന് പറയാം. Unlike traditional comics, which are often serialized in magazines, graphic novels are usually published as complete works and cover a wide range of genres from fiction to non-fiction to memoirs and historical narratives. നമ്മൾ കണ്ടിട്ടുള്ള കോമിക്സിൽ എങ്ങനെയാണ് കഥ വരിക? ഘട്ടം ഘട്ടമായിട്ട്. ഇപ്പോൾ ഒരു ചാപ്റ്റർ ഒരു മാഗസീനിൽ വരുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത എഡിഷനിൽ വരുന്നു. അങ്ങനെ ആഴ്ചയിലോ മാസങ്ങളോ എടുത്തായിരിക്കും ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥ സീരിയലൈസ് ചെയ്ത് അവസാനിക്കുന്നത്. സീരിയൽ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നാണ് അത് അവസാനിക്കുക. പക്ഷേ ഗ്രാഫിക് നോവലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വർക്കായിട്ടാണ്. നോവൽ, നമ്മളൊരു നോവൽ വായിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ്, ഒറ്റ ബുക്കാണല്ലോ നോവൽ, അതുപോലെയാണ് ഗ്രാഫിക് നോവലും വരിക. പല ജോണേഴ്സ് ഉണ്ടാവും, പല ടൈപ്സിൽ, പല വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന രീതിയിൽ വരും. ഫിക്ഷൻ ആവാം, നോൺ ഫിക്ഷൻ ആവാം, മെമ്മേഴ്സ് ആവാം, ചില ആൾക്കാരുടെ ഓർമ്മകളിൽ നിന്നുള്ളതാവാം, ഹിസ്റ്ററിക്കൽ നറേറ്റീവ്സ് ആവാം, നടന്ന എന്തെങ്കിലും സംഭവങ്ങളെ പറ്റിയിട്ടോ, ഹിസ്റ്ററിക്കൽ ഇവൻറ്റ്സ്, ഇപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, വേൾഡ് വാർ, അങ്ങനെ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും നോവൽസ്, ഗ്രാഫിക് നോവൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒന്ന് കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇല്ലുസ്ട്രേറ്റഡ് പാനൽസ്. സോ സീക്വൻഷ്യൽ ആർട്ടിലൂടെ ഓരോ പാനലെന്ന് പറയുന്ന ഒരു ചെറിയ ചെറിയ ബോക്സ് ആയിരിക്കും. വീണ്ടും ബാലരമയ്ക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഓരോ ബോക്സിനകത്താണ് ഓരോ കഥകളായിട്ട് വരിക. ദെൻ ഡയലോഗ്സ് ആൻഡ് ടെക്സ്റ്റ് ബോക്സസ്. സ്പീച്ച് ബബിൾസ് എന്നാണ് അതിനെ പറയുക. ഒരു ക്യാരക്ടർ ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്കും ഒരു കോമിക് രീതിയിൽ ഒരു ബബിൾ അതിന് ചുറ്റും ഉണ്ടാകും. ഇതിനകത്ത് തന്നെ ബോക്സിനകത്ത് അടുത്ത ആഴ്ച സംഭവിച്ചത്, 2 ദിവസത്തിന് ശേഷം, അവിടെ എത്തിയപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഹിൻഡ് തന്നിട്ട് എവിടെയാണ് കഥ നടക്കുന്നത് എന്നുള്ളൊരു സെറ്റിങ്ങൊക്കെ വ്യക്തമാക്കാനൊരു സംഭവം ഉണ്ടാവില്ലേ, അതും. പിന്നെ ആൾക്കാർ പറയുന്ന ഡയലോഗിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ടിട്ടായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പുറത്ത് പറയാണ്ട് ഓർമ്മയിലുള്ളതിനെല്ലാം ഒരു കുഞ്ഞ് സർക്കിൾസ് ചെയ്തിട്ടുള്ള ബബിൾസ് ആയിരിക്കും. സോ ഇതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ ഡൈവേഴ്സ് ജേണേഴ്സ്, ഫാൻറ്റസി ആവട്ടെ, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ഹിസ്റ്ററി, ബയോഗ്രഫി, എഡ്യൂക്കേഷൻ, ഇങ്ങനെ പല രീതിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്ന ഗ്രാഫിക് നോവൽസും ഉണ്ട്. ദെൻ ലോങ്ങർ ആൻഡ് മോർ കോംപ്ലെക്സ്. അൺലൈക്ക് ഷോർട്ട്സ്, കോമിക് സ്ട്രിപ്സ് ഓർ യൂസിങ് സിംഗിൾ ഇഷ്യൂ കോമിക്സ്, ഗ്രാഫിക് നോവൽസ് ആർ ഫുൾ ലെങ്ത് ബുക്സ് വിത്ത് ഡീറ്റെയിൽഡ് പ്ലോട്ട് ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. സോ ഇന്നൊരാളിനെ കാണിച്ചിട്ട് അപ്പം തന്നെ കഥ തീരുന്ന പരിപാടിയല്ല, നോവലാണ്. അപ്പോൾ തുടങ്ങി ഒരു ക്യാരക്ടർ വന്ന് ആ ക്യാരക്ടറിൻ്റെ ഫുൾ ഡെവലപ്മെൻറ്റും നമുക്കിതിനകത്ത് കാണാൻ പറ്റും. പിന്നെ സ്റ്റോറി വളരെ ലോങ്ങറും ആയിരിക്കും, കോംപ്ലെക്സും ആയിരിക്കും. ഈ ഒരു 4 ഫീച്ചേഴ്സാണ് പറയാനായിട്ടുള്ളത്. ഇനി കുറച്ച് വെൽ നോൺ ഗ്രാഫിക് നോവൽസ് നോക്കിക്കഴിഞ്ഞാൽ, മൗസ് ബൈ ആർട്സ് സ്പീഗ്മൻ, പുലിസ്റ്റർ പ്ലേസ് കിട്ടിയിട്ടുള്ളൊരു വർക്കാണ്. ഹോളോകോസ്റ്റ് മെമ്മറി, യുദ്ധത്തിന് ശേഷം ഉണ്ടായി ചില കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രാഫിക് നോവലാണത്. പെർസിപ്പോളിസ്, വാച്ച്മൻ ബൈ അലൻ മൂർ. അടുത്ത ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് നോവലാണ് ദി റെഡ് മദർ വിത്ത് ചൈൽഡ് ബൈ ക്രിസ്ത്യൻ ലാക്സ്, എ മൈഗ്രേഷൻ തീംഡ് സ്റ്റോറി സെൻറ്റേർഡ് അറൗണ്ട് ആഫ്രിക്കൻ ഹെറിറ്റേജ്. സോ ആഫ്രിക്കൻ ഹെറിറ്റേജിനെ പറ്റി അല്ലെങ്കിൽ ആഫ്രിക്കൻ പാരമ്പര്യത്തിനെ പറ്റിയിട്ടുള്ളൊരു മൈഗ്രേഷനെ പറ്റിയിട്ടും കൂടി ഉള്ളൊരു കഥയാണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനിടയ്ക്ക് നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ളൊരു ഗ്രാഫിക് നോവൽ. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സെൻസിറ്റീവ് തീമൊക്കെയാണ് ഈ കഥയ്ക്കകത്ത് വരുന്നത്. നമുക്ക് പഠിക്കാനുള്ള റെഡ് മദർ വിത്ത് ചൈൽഡിൻ്റെ ഒറിജിനൽ ഗ്രാഫിക് നോവൽ വേർഷൻ. സോ ആദ്യം ആ കവർ പേജിൽ തന്നെ ഉണ്ട്, ക്രിസ്ത്യൻ ലാക്സ് ആണ് ഇല്ലുസ്ട്രേറ്റർ കം ഓതർ. റെഡ് മദർ വിത്ത് ചൈൽഡ്, ആ ഒരു സ്റ്റാച്യുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ പ്രതിമയാണ് കാണുന്നത്. നമ്മുടെ പ്രോട്ടഗണിസ്റ്റാണ് അവിടെ ഇരിക്കുന്നത്. കൃത്യം ഒരു ആഫ്രിക്കൻ രീതിയിലുള്ള ആ ഒരു വസ്ത്രധാരണവും ആ മാല, തൊപ്പി, സ്കിൻ ടോണ്, ഇതെല്ലാം ആഫ്രിക്കൻ ഹെറിറ്റേജിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് പേജസ്. ഈ ഒരു ബോക്സസിനെയാണ് പാനൽസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ദൂരം ഡയലോഗ് ഇല്ലാണ്ട് പോവുകയാണ്. പിന്നെ ഡയലോഗ്സൊക്കെ വരുന്നുണ്ട്, കണ്ടോ. സോ ഇതാണ് ഗ്രാഫിക് നോവൽ എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ
സമ്മറി നോക്കാം. അത് തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡിസ്കവറി ഓഫ് ദ ആർട്ടിഫാക്റ്റ്. സോ ആർട്ടിഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതനമായൊരു വസ്തു. സോ ഇവിടുത്തെ പുരാതനമായ വസ്തു ഏതാണ് നമുക്ക് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. നേരത്തെ പിക്ചറിൽ കണ്ട ആ ഒരു റെഡ് മദർ വിത്ത് ചൈൽഡ്, ആ സ്റ്റാച്ചു ആണ് ഇവിടുത്തെ ആർട്ടിഫാക്റ്റ്. അലു, a young honey hunter from Mali, belongs to the Fulani group. While harvesting honey in the cliffs of Bandiagara, he stumbles upon a hidden 14th century terracotta statue, a sacred artifact representing a mother and a child. ഓക്കെ, അപ്പോൾ അലു എന്ന് പറയുന്ന ഒരു യങ് ഹണി ഹണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേന് സ്വരൂപിച്ച് തേന് വിൽക്കുന്ന ഒരു വ്യക്തി. ഫുലാനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഉള്ള ആളാണ്. ബാന്തിയാഗാര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഹണി ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു ആർട്ടിഫാക്റ്റ്, അത് 14ാം നൂറ്റാണ്ടിലുള്ള ഒരു ടെറാക്കോട്ട സ്റ്റാച്ചു ആയിരുന്നു, അത് പുള്ളിക്കാരന് കിട്ടുന്നത്. ഹി റെക്കഗ്നൈസസ് ഇറ്റ്സ് ഹിസ്റ്ററിക്കൽ ആൻഡ് കൾച്ചറൽ വാല്യൂ, ബട്ട് ഹി ഓൾസോ നോസ് ദി ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീംസ് ഇൻ ദ റീജിയൻ having been systematically destroying such artifacts, labeling them idolatrous. അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ അലുവിന് മനസ്സിലായി ഇത് ഇവരുടെ ഹെറിറ്റേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വളരെ പുരാതനമായിട്ടുള്ള ഒരു സ്റ്റാച്ചു എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ ഇനി അവിടെ നടക്കുന്ന ആഫ്രിക്കയിൽ നടക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിസ്റ്റുകളുള്ള അല്ലെങ്കിൽ ഈവൻ ടെററിസ്റ്റുകൾ പോലെയുള്ള ഗ്രൂപ്പ് ആ ഒരു സമയത്ത് അവിടെ ആക്റ്റീവായിരുന്നു. അവരിത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ആർട്ടിഫാക്റ്റിനെ എല്ലാം അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദേ ആർ എഗെയിൻസ്റ്റ് ഇഡുലേറ്ററസ് എന്ന് പറഞ്ഞാൽ ഐഡൽ വർഷിപ്പ്. നമ്മൾ പ്രതിമകളെ വെച്ച് വർഷിപ്പ് ചെയ്യുന്നില്ലേ, അപ്പോൾ പ്രതിമകളായിട്ട് വിഗ്രഹ ആരാധനയ്ക്ക് എതിരായിരുന്നു ഈ ഒരു ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. സോ അതുകൊണ്ട് തന്നെ ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരിതിനെ നശിപ്പിച്ച് കളയും എന്നുള്ളത് അലുവിന് അറിയാം. Fearing its destruction, Alu makes a fateful decision. He will take the artifact to France, believing that the Louvre Museum, which houses many African artifacts, would protect it. So ഇനി എങ്ങനെയാണ് ഇതിനെ ഒന്ന് നശിപ്പിക്കാണ്ട് സൂക്ഷിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫ്രാൻസിലെ ലൂർ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇത്തിരി വലിയ ഇപ്പോൾ ഈവൻ മൊണാലിസയൊക്കെ പിക്ചറുണ്ട് അവിടെ. അങ്ങനെ ഏറ്റവും നാട്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആർട്ടിഫാക്ട്സുകളെല്ലാം സൂക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ലോർ മ്യൂസിയം. അവിടെ പോയി ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കും എന്നൊരു ധാരണയിൽ അലു എത്തുന്നുണ്ട്. ദ പെർലെസ് എസ്കേപ്പ് ഫ്രം മാലി. Alu embarks on a dangerous journey northward, first through Mali and into the vast Sahara Desert. സോ ഇനി അവിടെ നിന്ന് പുറത്തെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ കഷ്ടപ്പെട്ട് മലിയിലൂടെയും പിന്നെ അത് കഴിഞ്ഞ് സഹാറ ഡെസേർട്ടിലൂടെയെല്ലാം ഈ ഒരു ഹെറിറ്റേജ്, ഇവരുടെ ഒരു വലിയൊരു ഹെറിറ്റേജിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്റ്റാച്ചു നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഹാർഡ്ഷിപ്സ്, ഡീഹൈഡ്രേഷനുണ്ട്, ഹങ്കറുണ്ട്, എക്സ്ഹേർഷനുണ്ട്, ഇങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ വഴിയിൽ കണ്ടുമുടുന്ന ഫെലോ ട്രാവലേഴ്സ് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Eventually, he reaches Libya, a common transit point for migrants seeking passage to Europe. However, Libya is in political turmoil and migrants are often exploited, imprisoned or enslaved by human traffickers. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ലിബിയയിലെത്തുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലോട്ട് പോകാനുള്ള ഒട്ടുമിക്ക ആൾക്കാരും ലിബിയയിലെത്തിയിട്ടാണ് പോകുന്നത്. അവിടെ എത്തിപ്പെടുന്ന മൈഗ്രൻസിനെ എല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ആൾക്കാരെ പിടിച്ചെടുത്ത് സ്ലേവ്സ് ആക്കി വയ്ക്കുക, ആളിനെ കടത്തുക. ഹ്യൂമൻ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കടത്താണ്, ആൾക്കാരെ കടത്തിക്കൊണ്ടു പോകുന്നത്. Alu is captured and placed in a detention camp where he experiences brutal treatment. He is eventually able to escape and secures a spot on a makeshift boat bound for Europe. സോ ഡിറ്റൻഷൻ ക്യാമ്പിൽ ആൾക്കാരെ കൊണ്ട് പൂട്ടിയിട്ടിട്ട് ഉപദ്രവിക്കുന്ന ക്യാമ്പുകളാണ് ഡിറ്റൻഷൻ ക്യാമ്പ്സ് എന്ന് പറയുക. അവിടെ പോയിട്ട് ബ്രൂട്ടലി ഈ പുള്ളിക്കാരനെ എല്ലാവരും ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് തന്ത്രപരമായിട്ട് യൂറോപ്പിലോട്ട് പോകുന്ന ഒരു ബോട്ടിൽ കടന്നുകൂടാൻ, ഒരു സീറ്റ് ഒപ്പിക്കാൻ അലുവിന് പറ്റുന്നുണ്ട്. ക്രോസിംഗ് ദ മെഡിറ്ററേനിയൻ സീ ആണ്. ദ ക്രോസിംഗ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഹെറോയിങ് പാർട്സ് ഓഫ് അലൂസ് ജേർണി. ദ ബോട്ട് ഈസ് ഓവർ ക്രൗഡഡ് ആൻഡ് അൺഫിറ്റ് for the dangerous waters. Many of his fellow passengers did not survive the trip, succumbing to dehydration, sickness or drowning when the boat capsizes. സോ ഈ ബോട്ടിൽ ആൾക്കാരെല്ലാം അവിടുത്തെ ഉപദ്രവം സഹിക്കുക വയ്യാണ്ട് എങ്ങനെയും ഇവിടെ ഈ ഡിറ്റൻഷൻ ക്യാമ്പ് ഒന്ന് കടന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു അത്രയ്ക്കും ജീവിക്കണം എന്നുള്ളൊരു അർജിൽ ഇരിക്കുവാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഈ ബോട്ടിൽ ചാടി കയറുന്നുണ്ട്. ബോട്ടിൻ്റെ ഉള്ളിൽ ആഹാരമില്ല, വെള്ളമില്ല, കടൽ വെള്ളമല്ലേ ഉള്ളൂ. അപ്പോൾ വെള്ളമില്ല, ആഹാരമില്ല. ഇവിടെ അനുഭവിച്ച ബ്രൂട്ടാലിറ്റിയുടെ ഒരിതിലവർ വളരെ വീക്കാണ്. അങ്ങനെ ചില ആൾക്കാർ അസുഖം വന്ന് മരിച്ചു. ചില ആൾക്കാർ ബോട്ട് ആ ഡേഞ്ചറസ് ആയിട്ടുള്ള വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുമ്പോഴത്തേക്കും വെള്ളത്തിൽ വീണ് മരിക്കാൻ തുടങ്ങി.
ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു നോവലിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. Miraculously, Alu was rescued by a humanitarian NGO patrolling the sea and brought to Italy. However, his struggles are far from over. Like many migrants, he faces bureaucratic obstacles, racism and an uncertain future in Europe. So, അങ്ങനെ ഈ കപ്പൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സീയിലൂടെ പെട്രോളിങ് നടത്തുന്ന ഒരു NGO, അതായത് കടലിൽ ആരെങ്കിലും അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലോ വീണ് പോയിട്ടുണ്ടെങ്കിലോ രക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു NGO എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അവർ അലുവിനെയും കണ്ടുപിടിച്ച് ഇറ്റലിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇറ്റലിയിൽ എത്തിയല്ലോ പുള്ളി സേഫാണ്. പക്ഷെ അല്ല, അവിടെ എത്തുമ്പോഴാണ് അതിനേക്കാളും നമ്മൾ വിസ ഇഷ്യൂസ് എന്നൊക്കെ പറയത്തില്ലേ മൈഗ്രൻസിന് ഉണ്ടാകുന്ന അങ്ങനത്തെ കുറേ ഇഷ്യൂസ് നേരിടേണ്ടി വന്നു. മാത്രമല്ല റേസിസം. അലു ഒരു കറുത്തവർഗ്ഗക്കാരനാണല്ലോ. അപ്പോൾ ഇറ്റലി പോലുള്ള സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ആ ഒരു റേസിസം ഫേസ് ചെയ്യേണ്ടി വന്നു. പിന്നെ യൂറോപ്പിൽ എന്തിനാണ് ഇവനിവിടെ വന്നത്, എങ്ങനെ ഇവനിവിടെ ജീവിക്കും, തിരികെ പോകാൻ പറ്റുമോ, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു പോയിന്റിൽ ഫേസ് ചെയ്യുന്നുണ്ട്. Arrival in France and the Loire. Determined to fulfill his mission, Alu makes his way to Paris when he tries to present the Red Mother with Child to the Loire Museum. However, gaining access to the museum is not easy. Security and curators initially dismiss him as just another undocumented migrant, refusing to believe his story or the significance of the artifact. സോ അലുവിന് അവിടെ എത്തിയിട്ട് കാണിക്കാൻ ഒരു പ്രോപ്പർ രേഖകൾ പോലുമില്ല, ഒരു ID കാർഡോ എന്തിനിവിടെ എത്തിയെന്ന് പറയാനോ ഒന്നുമില്ല. കഷ്ടപ്പെട്ട് ലോർ മ്യൂസിയത്തിൽ എത്തിയപ്പോഴത്തേക്കും ആൾക്കാർ അൺഡോക്യുമെൻറ്റഡ് ആയിട്ട് പല ഇമിഗ്രൻസും അവിടെ എത്തുന്നുണ്ട്. അതിലൊരാളാണ് അലു. അല്ലാണ്ട് ഈ പറയുന്നതിലൊന്നും ഒരു വിശ്വാസവും കാണിക്കുന്നില്ല. ആഫ്രിക്കൻ ഹെറിറ്റേജിൻ്റെ ഇത്രയും വേണ്ടപ്പെട്ടൊരു ശില്പമാണിതെന്ന് പറഞ്ഞിട്ട് അവരത് വിശ്വസിക്കുന്നുമില്ല. The novel highlights the irony of European institutions housing stolen African artifacts while refusing to recognize Alu's legitimate contribution. So, ഇവിടെ വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ കേട്ടിട്ടുണ്ട്, നമ്മുടെ കോഹിനൂർ രത്നമാവട്ടെ നമുക്ക് ഒത്തിരി വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ആഫ്രിക്കയിലും ഇവർ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളാവട്ടെ അത്രയ്ക്ക് വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചിട്ട് യൂറോപ്പുകാർ കൊണ്ടുപോയിട്ടുണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ആഫ്രിക്കൻ വില്ലിങ്ങിലി വേണം എന്ന് വെച്ചിട്ട് അവർക്കൊരു സാധനം കൊണ്ട് ഡൊണേറ്റ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതവരാരും സ്വീകരിക്കുന്നില്ല. അവർക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സാധനങ്ങളോടാണ് ഭ്രമം. ആ ഒരു രീതിയിൽ ഐറണിക്കലി ഇതിനെ ഒന്ന് നോവൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. Her struggle mirrors the history of colonialism when African art was looted and displayed in European museums with little regard for the people it was taken from. സോ ഈ മ്യൂസിയത്തിൽ തന്നെ ആഫ്രിക്കൻ ആർട്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ലൂട്ട് ചെയ്ത് മോഷ്ടിച്ച് അവിടെ കൊണ്ട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അത് ഓക്കെയാണ്. ഇത് നമ്മുടെ ഒരു ഹിസ്റ്ററി ഓഫ് കൊളോണിയലിസം, എങ്ങനെ ആഫ്രിക്കൻ ഒരു കോളനി ആക്കി അവരുടെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ച് അതിൽ പ്രൈഡ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ ഒന്ന് ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. The climax and resolution. Eventually, Alu finds a sympathetic museum curator who listens to his story. She helps verify the authenticity of the artifact and recognizes its significance. However, the novel raises a powerful question. Will the museum accept it as a donation, or will they demand proof of ownership that Alu cannot provide? So, അടുത്തെന്ത് സംഭവിക്കും, അലു അവിടെ നിന്ന് പോകുന്നില്ല. ഹി വാസ് ഓൺ എ മിഷൻ. സോ അതുകൊണ്ട് തന്നെ വീണ്ടും ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആൾക്കാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. അങ്ങനെ മ്യൂസിയത്തിലെ ക്യൂറേറ്ററായിട്ടുള്ള മ്യൂസിയത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ കണ്ടുപിടിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഇത് വെരിഫൈ ചെയ്ത് ഇത് ഒറിജിനലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ്, ഇത്രമാത്രം ആഫ്രിക്കൻ ഹെറിറ്റേജുമായിട്ട് ഇതിന് ബന്ധമുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം ആ പുള്ളിക്കാരിക്ക് മനസ്സിലായി. പക്ഷേ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അവരുടെ കയ്യിൽ അത് എത്തിച്ചാൽ മാത്രം പോരല്ലോ, ഇതിനൊരു ഡൊണേഷനായിട്ട് മ്യൂസിയം ഇത് സ്വീകരിക്കുമോ? ഇനി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് കൊടുക്കാൻ പറ്റണം. ഓക്കെ, ഇയാൾ ഡൊണേറ്റ് ചെയ്യുവാണ്, സോ ആ ആൾ ആരാണ് എന്നുള്ള രേഖകളൊന്നും തന്നെ അലുവിൻ്റെ കയ്യിലില്ല. സോ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നുള്ളത് ഒരു ഓപ്പൺ എൻഡഡ് തീമിലാണ് പോയേക്കുന്നത്. അവരത് എടുത്തുവെന്നും പറയുന്നില്ല, എടുത്തില്ല എന്നും പറയുന്നില്ല. അത് റീഡേഴ്സിന് വിട്ടു തന്നേക്കുവാണ്. നമുക്ക് നമ്മുടെ ഇംഗിതത്തിനനുസരിച്ച് ചിന്തിച്ചെടുക്കാം അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന്. It underscores the hypocrisy of Western institutions that claim to protect global heritage while often denying ownership to those from the cultures the artifact belong to. ഇത് ഒരു ലാർജ് സ്കെയിലുള്ള ഒരു തോട്ടിലോട്ടാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ശരിക്കും ആർക്കാണോ സാധനങ്ങൾ ബിലോങ് ചെയ്യുന്നത്, കൊളോണിയലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് വന്ന് അതിനെ ഡിസ്പ്ലേ ചെയ്യാനേ യൂറോപ്യൻസ് തന്നെ അറിയത്തുള്ളൂ. അല്ലാതെ ആരുടേതാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രദർശിപ്പിക്കാനുള്ളൊരു മൈൻഡ് ഇവർക്കില്ല. അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നോവൽ അവസാനിക്കുന്നത്. ഇനി മെയിൻ തീംസ് നോക്കിക്കഴിഞ്ഞാൽ
മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജി സ്ട്രഗിൾസ്, നമ്മൾ ആ ഒരു ഡിറ്റൻഷൻ ക്യാമ്പിനെ പറ്റി പറഞ്ഞു. പിന്നെ യൂറോപ്പ് വരെ എത്തുന്നതിൻ്റെ ഇടയിൽ മരണം വരെ സംഭവിച്ച ആൾക്കാരുണ്ട്. അതെല്ലാം ഒരു വളരെ വേദനിപ്പിക്കുന്നൊരു സത്യമായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ദെൻ കൾച്ചറൽ ഓണർഷിപ്പ്. യൂറോപ്പിൽ ഓൾറെഡി കുറേ ആഫ്രിക്കൻ കൾച്ചറുമായിട്ട് ബന്ധമുള്ള സാധനങ്ങൾ കൊണ്ടവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾ വില്ലിംഗ്ലി കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഓണർഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്കാണ് കഥ പോയിട്ടുള്ളത്. റോൾ ഓഫ് മ്യൂസിയംസ്. സോ മ്യൂസിയംസ് എത്രമാത്രം ഒരു കൊളോണിയൽ ലെഗസി സൂക്ഷിക്കുന്നുണ്ട്, മ്യൂസിയംസ് ആണ് വേൾഡ് ഹെറിറ്റേജിൻ്റെ ആ ഒരു ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അലിയു പോയിട്ടുള്ളത്. ശരിക്കും മ്യൂസിയത്തിലാണോ നമ്മുടെ ഒരു ഹെറിറ്റേജ് സൂക്ഷിച്ച് വെക്കേണ്ടത്? അതും വേറൊരു രാജ്യത്തുള്ളൊരു മ്യൂസിയത്തിലാണോ, അതോ അവനവൻ്റെ മണ്ണിലാണോ അവനവൻ്റെ ഹെറിറ്റേജ് സൂക്ഷിക്കേണ്ടത്? അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നുണ്ട്. ഹൂ ഇസ് ദി ഓണർ ഓഫ് ദി ആർട്ടിഫാക്ട്സ്? ഇസ് ഇറ്റ് ദി പീപ്പിൾ ഹൂ മെയ്ഡ് ഇറ്റ് ഓർ ദി പീപ്പിൾ ഹു ആർ ഗോയിങ് ടു ലൂട്ട് ഇറ്റ് ആൻഡ് സേവ് ഇറ്റ് ഫോർ ദി ഫ്യൂച്ചർ? സോ ആരുടെ കയ്യിലാണ് നമ്മളത് ഏൽപ്പിക്കേണ്ടത്? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ദെൻ മെറ്റേണൽ സിംബലിസം. The Red Mother statue represents not just African heritage but also nurturing, protection and resilience, reflecting Alu's journey. So ആ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ തന്നെ ആ ഒരു അമ്മയും കുഞ്ഞും തമ്മിൽ ഉള്ളൊരു ബന്ധം, അമ്മ എങ്ങനെയാണ് കുഞ്ഞിനെ നേർച്ചർ ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മ കുഞ്ഞിനെ സേവ് ചെയ്ത് വെക്കുന്നു. സോ ഇവിടെ ആ സ്റ്റാച്യു ആയിട്ടുള്ള അമ്മ തന്നെയാണ് അലുവിനെ ഇത്രയും സേവ് ചെയ്ത് മരണത്തിൽ വിട്ടുകൊടുക്കാതെ അവിടെ എത്തിച്ചത്. അങ്ങനത്തെ ഒരു സിംബലിസം വരുന്നുണ്ട്. സോ ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പറഞ്ഞ പോലെ ഇമിഗ്രൻ്റ് പ്രശ്നങ്ങൾ, മരണം വരെ സംഭവിക്കാമായിരുന്നു. റേസിസം നമുക്ക് വീണ്ടും ഒരു തീമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പറയാം. ഇമിഗ്രൻ്റ് ഇഷ്യൂസ് പറയാം. ഇതൊക്കെയാണ് മെയിൻ തീംസിൽ വരുന്നത്. ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിക് നോവലാണ്. അത്രേ ഉള്ളൂ. സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.